ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇതിൻ്റെ ഈ ബൊഗെയിൻവില്ലയുടെ കെയറിനെ പറ്റി പറയാൻ പറഞ്ഞു. അതപ്പോൾ ഞാൻ പറയാം. ആ കൂട്ടത്തിൽ എൻ്റെ അടർമയുടെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടിരുന്നു. അതിൽ നിന്നുള്ള ഡിഫറൻസ് നോക്ക്. ഓരോന്നിൻ്റെയും ഷെയ്ഡ്സ് പിങ്കൊക്കെ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട്. ആ ഓറഞ്ച് ആണെങ്കിലും ഒന്ന് ആ ഒരു ഡീപ്പ് ഇതിപ്പം ജസ്റ്റ് വിരിയുന്നേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ നോക്കിയേ, കണ്ടോ, അന്ന് ഫെയ്ഡായിട്ടുണ്ട്. ഒരു 1 വീക്ക് നല്ല ബ്രൈറ്റർ ഷെയ്ഡിലും പിന്നത്തെ വീക്കിൽ ഇത് നോക്കിയേ ഈ പിങ്കൊക്കെ കണ്ടോ, കഴിഞ്ഞ ആഴ്ച കണ്ടതിനേലും ഒരു ഇത്തിരിയും കൂടെ ആ ഒരു എന്താ പറയുക ഡൾ കളർ എന്നല്ല, എന്നാലും കഴിഞ്ഞ ആഴ്ചത്തേൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ഈ ആഴ്ചയില്ല. കണ്ടോ, യെല്ലോ ഒക്കെ നോക്കിയേ, ആ ഒരു എന്താ പറയുക ഒരു ഇടിവെട്ട് യെല്ലോ എന്നില്ല അല്ലേ. പക്ഷേ നോക്കിക്കേ, അതിൽ ഓരോ ലീവ്സിലെയും വെരിഗേഷൻസൊക്കെ നോക്കിക്കേ, ഓരോ പെറ്റൽസിലെയും ലീവ്സ് അല്ല പെറ്റൽസിലെയും വെരിഗേഷൻസ് നോക്കിയതുണ്ട്. ഓറഞ്ചിനകത്ത് യെല്ലോ വരുന്നുണ്ട്, പിങ്കിനകത്ത് ഒരു പീച്ചും അല്ല അങ്ങനത്തെ ഒരു കളർ വരുന്നുണ്ട്, യെല്ലോയുടെ കൂടെ ഓറഞ്ച് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഇത് കണ്ടോ, എന്തോരം ഷെയ്ഡ്സാണ് ഒരെണ്ണത്തിന്. അതിൻ്റെ റേറ്റ് അവർ വാങ്ങിച്ചു കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഇത്രയും വെരിഗേഷൻസ് ഉണ്ട് എന്ന് അവർക്ക് വരും എന്നവർക്ക് അറിയാവുന്നതുകൊണ്ടാവണം അവർ ഇതിൻ്റെ നോക്കി എന്തൊക്കെ ഷെയ്ഡ്സ് ഉണ്ടെന്ന് നോക്കി അതിൽ. അപ്പോൾ ഈ ബൊഗെയിൻവില്ലയുടെ കെയർ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചെയ്യുന്നത് അപ്പം ഞാനൊരു ചുമ്മാ ഒരു ഡേറ്റ് പറയുകയാണ്, അല്ലാതെ കറക്റ്റ് 1-ാം തീയതി എന്നല്ല. 1-ാം തീയതി ഇപ്പം നമ്മൾ ജൈവവളങ്ങളായ ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് അതൊക്കെ കൂടി മിക്സ് ചെയ്താൽ ചാണകം ഡബിൾ എടുക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ചാണകം ചെടിയുടെ മൊത്തമുള്ള ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് ചാണകം ഡബിള്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഈ എലിയൊക്കെ കുത്താതിരിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നല്ലപോലെ അത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് 1-ാം തീയതി ഇട്ടാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10-ാം തീയതി ആകുമ്പോൾ ഞാൻ DAP എന്ന് പറയും, DAP ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ഒരു 20-ാം തീയതി ആകുമ്പോൾ NPKയിൽ പല പ്രൊപ്പോർഷനുണ്ട്. ഈ 17 ഉണ്ട്, 18 ഉണ്ട്, 19 20 വരെയുണ്ട്. 20 ഇത്തിരി കെമിക്കൽ ഷോപ്പുകളിൽ മാത്രമേ. ഇത് എൻ്റെ ഫയറപ്പാലാണ്, അതിൽ വരുന്നേ ഉള്ളൂ. ഒരു റൗണ്ട് പൂ കഴിഞ്ഞു. ഇതുണ്ട് ഈ ഓറഞ്ച് കളറിൽ ഇത് ഫുള്ള് ഇപ്പോൾ പോയി. ഇനിയിപ്പോൾ അത് വരും, വന്നു കഴിയുമ്പോൾ നല്ല രസമാണ്, ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അത് ആ NPK ഇട്ട് കൊടുക്കും. അത് ഏത് പ്രൊപ്പോർഷൻ ആണെങ്കിലും കുഴപ്പമില്ല. 20 കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടുമല്ലേ. നമ്മുടെ ആമസോണിലിപ്പോൾ അവൈലബിൾ ആണ് ഇതൊക്കെ. പിന്നെ ഈ പറഞ്ഞ ഇത് ടെലോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 കളറേ ഉള്ളൂ, ഒരു കളറും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതും ഞാൻ അധീനവസിക്കാതെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ NPK ഏതെങ്കിലും ഒരു സ്പൂണിൽ 1 ലിറ്റർ വെള്ളത്തിൽ അത് കലക്കി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ സ്പൂണിൽ വെള്ളം കലക്കുമ്പോൾ ഈ പറഞ്ഞ ഇതിന്മേ ഫുള്ള് നമുക്ക് തളിച്ചു കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ഇച്ചിരി എന്താ പറയുക ഇത്തിരി മണ്ണ് മാറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ നിറയെ പൂവിട്ട് ഇതേപോലെ നിൽക്കണമെങ്കിൽ ഇത്തിരി എഫേർട്ട് നമ്മളൊന്ന് ഇടണം. ഒരിച്ചിരി കൊടുത്താൽ മതി, ഒത്തിരി ഒന്നും നമ്മൾ കാശ് മുടക്കമൊന്നും വേണ്ട. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പം നിങ്ങൾ ആമസോണിൽ നോക്കി ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞു വെള്ളമേ ഒഴിക്കണ്ടല്ലോ ബൊഗെയിൻവില്ലയ്ക്ക് എന്ന് പറഞ്ഞു. പക്ഷേ വെള്ളം ഒഴിക്കണ്ട, അത് പൂവിട്ട് കഴിഞ്ഞിട്ടല്ല, പൂവിടുന്നതിന് മുന്നേ ഇതിന് ഒരു പരിചരണവും ആവശ്യമില്ല. പക്ഷേ അതെന്ന് വെച്ചാൽ ഒരു ഇതുണ്ട്, ഇത് ഇത്തിരി പഴയ പൂവായി. ബാക്കിയെല്ലാം നോക്കിയാൽ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്നതുണ്ടോ, അതിന് എണ്ണ പറിക്കണ്ടെന്ന് തോന്നുന്നു, കട്ട് ചെയ്ത് വിടാം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഇത് മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നാണ് ഇതിൻ്റെ ആ ഒരു വെരിഗേഷനൊക്കെ വരുന്നത് കണ്ടോ. ഇത് ഒരേ പെറ്റലിൽ തന്നെയുള്ള ഇതാണ്, പല ഡിഫറൻസാണ്. ആ സെയിം ചെടിയാണ് ഇത് 2 ചെടിയല്ല. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പരിചരണം വേണ്ട എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ
എന്താ പറയുക, പൂ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ കെയർത്തിൽ കുറഞ്ഞാലും മഴയൊക്കെ കൊണ്ടാൽ മതി. ഞാനിതെല്ലാം നല്ല പൊരി വെയിലത്താട്ടാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാം നല്ല എന്താ പറയുക, ഒരു അതിരാവിലെ മുതലുള്ള സണ്ണ് തുടങ്ങിയാൽ ഉച്ചയ്ക്ക് 2 മണി ഒക്കെ വരെയുള്ള മുഴുവൻ സണ്ണും എനിക്കിതിന് കിട്ടും. അതുപോലെ ഞാൻ നല്ല ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കെയർ കൊടുത്താൽ അതിനനുസരിച്ച് പൂവിടും, കെയർ കുറയുന്നതനുസരിച്ച് പൂ കുറയും. ഇതിപ്പോൾ എല്ലാം പൊഴിഞ്ഞു തുടങ്ങി. ഇത് കണ്ടോ, നിലത്ത് മുഴുവൻ കിടക്കുന്നത്. ഇതെല്ലാം എനിക്കൊന്ന് വൃത്തിയാക്കി ഇത് ചെയ്യണം. ഇതിങ്ങനെ വരുന്ന ഈ കമ്പുകൾ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയതായിട്ട് വരുന്നിടത്ത് ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിറയെ കുഞ്ഞു കിളുന്ത് പൂക്കൾ വന്ന് എല്ലാം പിന്നെയും രണ്ടാമത് സെറ്റായിക്കോളും. ഇതിപ്പോൾ ഈ ആഴ്ചത്തേത്. ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വീഡിയോ ഇടാം. അന്നേരം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇതെല്ലാം പഴയ കട്ട ബൊഗെയിൻ വില്ലകൾ. ഇതെല്ലാം ട്രഡീഷണൽ വെറൈറ്റീസാണ്. എൻ്റെ മമ്മിയുടെ സമയം മുതലേ ഉള്ള വെറൈറ്റികളാണ് ഇതെല്ലാം. ഓക്കെ, താങ്ക് യു. ഇപ്പം ഇത്രയേ ഉള്ളൂ, കുറവാണ് പൂക്കൾ. അപ്പോൾ ശരി, പിന്നെ കാണാം.